എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇപ്പോഴൊക്കെ നമ്മൾ ഏത് ഫ്രഷ് ജ്യൂസ് സെന്ററിലോ മിൽക്ക് ഷേക്ക് സെന്ററിലോ പോയി കഴിഞ്ഞാൽ വളരെ ഈസിലി അവൈലബിൾ ആവുന്ന ഒരു ഷേക്കാണ് ഷാർജ ഷേക്ക്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഇതിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയും റിഫ്രഷിംഗുമാണ്. പിന്നെ പല വ്യത്യസ്ത ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ചോക്ലേറ്റ് ഷാർജയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് രാത്രി ഞാൻ ഇത് ഫ്രീസറിലെടുത്ത് വെച്ചതാണ്. അതാണ് ഇത്ര കട്ടിയായിട്ടിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ നല്ല ചില്ലായിട്ടുള്ള പാലാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ പൊടിച്ച കപ്പലണ്ടി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചതാണ്. പിന്നെ ഇത് ഹോർലിക്സ് ആണ്. ഞാനിവിടെ ചോക്ലേറ്റ് ഫ്ലേവർ ഹോർലിക്സ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ചോക്ലേറ്റ് ഷാർജയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് അല്ല സാധാരണയാണ് വേണ്ടെങ്കിൽ സാധാരണ ഹോർലിക്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രിങ്കിൻ്റെ മിക്സ് അല്ലെങ്കിൽ ഹോർലിക്സ്, ബൂസ്റ്റ്, കോംപ്ലൻ ഏത് വേണോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചോക്ലേറ്റ് ഹോർലിക്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴമാണ്. ഞാനിവിടെ രസകദളി പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കവർ പാലിന് ഒരു പഴം മതിയാകും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഴമാണ് ഇടുന്നത്. നെക്സ്റ്റ് പാലാണ് ആഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഹോർലിക്സ്, അതൊരു 2 ടേബിൾ സ്പൂണ്. പിന്നെ നെക്സ്റ്റ് കപ്പലണ്ടി പൊടിച്ചതാണ്. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. തരിതരിപ്പായിട്ട് പൊടിച്ചതാണ്. ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഷാർജ ഷേക്ക് അടിച്ച് സൈഡിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ, നിർബന്ധമല്ല. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളത് കൊണ്ട് ചെയ്തതാണ്. അപ്പം ഞാൻ 2 ഗ്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് ഷാർജ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് ഗ്രൈൻഡ് ചെയ്ത സമയത്ത് 1 സ്പൂൺ ഹോർലിക്സും പിന്നെ കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്തായിരുന്നു. അപ്പോഴാണ് എനിക്കിത് കറക്റ്റായിട്ട് തോന്നിയത്, ഇതിൻ്റെ കൺസിസ്റ്റൻസിയും ടേസ്റ്റും ഒക്കെ. അപ്പം നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കുക പഞ്ചസാര. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഐസ്ക്രീം വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ചോക്ലേറ്റ് സിറപ്പ്, പിന്നെ ഒരു ചോക്കോ റോളും കൂടി വെച്ച് കൊടുക്കുകയാണ്.
അപ്പം നമ്മുടെ തണുത്തതും അതുപോലെ തന്നെ സൂപ്പർ യമ്മി ആയിട്ടുള്ള ഷാർജ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കിയിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക്സ് കമൻറ്റ്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. So thank you so much for watching my video.